ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഞണ്ട് കറി ഉണ്ടാക്കാം. നല്ല ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെട്ടിയെടുക്കാം. നമുക്ക് എല്ലാം 2-3 കഴുകിയിട്ട് വെട്ടിയെടുക്കാവുള്ളൂ. പിന്നെ വേണ്ട സവാള, തക്കാളി 2 പച്ചമുളക്, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി ചതച്ചെടുക്കണം. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ കൂട്ടുകാരെ, നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കമൻറ്റും ലൈക്കും ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെല്ലാം ചതച്ചെടുത്ത് വെച്ച് എല്ലാം കൂടി ആദ്യം സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് റെഡിയായി വരുമ്പോഴത്തേക്കും കമൻറ്റും ലൈക്കും ഇടണേ കൂട്ടുകാരെ നിങ്ങൾ. എന്നിട്ട് ആ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഞാനങ്ങ് ഇട്ട് കൊടുത്തു. ഞണ്ട് കണ്ടിച്ച് വൃത്തിയാക്കിയത് അതെല്ലാം പിന്നെ സവാളയെല്ലാം മൂത്തൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും ഇത് ചതച്ച് വെച്ചിരിക്കുന്നതും തക്കാളിയും അതെല്ലാം കൂടി അതിനകത്ത് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് വഴറ്റി മൂത്ത് വരണം, റെഡിയായി വരണം. നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു. കാണുന്നവരെല്ലാം എനിക്ക് ലൈക്കും കമൻറ്റും ഒന്നും അടിക്കണേ. എൻ്റെ ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക്. അതുകൊണ്ടാണ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി കുറച്ച് എല്ലാം കൂടി ഇട്ട് ഒന്ന് മൂത്ത് ശരിയായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇത് ലാസ്റ്റ് വരെ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ എന്തെല്ലാം ചേർക്കുന്നത്. ഉലുവാപ്പൊടി 1 സ്പൂണ് ഉലുവാപ്പൊടിയും ചേർക്കാം. പിന്നെ ആണെങ്കിൽ ഇച്ചിരി ഗരം മസാല, ഒരു 3/4 സ്പൂൺ ഗരം മസാല ഇട്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ വയ്ക്കുന്നത്. എന്നിട്ട് അതെല്ലാം കൂടെ മൊരിച്ച് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഒരു പിഴിപുളി വേണമെന്നവർക്ക് വേണമെങ്കിൽ ഇച്ചിരി പിഴിപുളി ഒഴിക്കാം. ഞാൻ ഇച്ചിരി പിഴിപുളി ഒഴിച്ച് എനിക്ക് ഇച്ചിരി പുളിയൊക്കെ വേണം. എരിവ്, പുളി, ഉപ്പ് എല്ലാം കറക്റ്റിന് വേണം. എന്നാലേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരത്തുള്ളൂ. അതെല്ലാം ഇട്ട് വഴറ്റി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് റെഡിയാക്കി വേവിച്ച് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. എല്ലാം കൂടി ശരിയാക്കിയിട്ട് ഉണ്ടോയെന്ന് നോക്കണം, ഇല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം കറക്റ്റായിട്ട്. എല്ലാം വഴറ്റി റെഡിയാക്കി വെന്ത് ശരിയായി വന്നപ്പോൾ എല്ലാം റെഡിയായി വന്നു. നോക്കാം നമുക്ക് വെന്തോന്ന്. റെഡിയായി കേട്ടോ, അടിപൊളി കറിയായി, സൂപ്പർ കറി. നിങ്ങളും ഇതുപോലൊക്കെ ആയിരിക്കും വയ്ക്കുന്നത്. അറിയാൻ വയ്യാത്തവരും ഇതുപോലെ വയ്ക്കും. എന്നിട്ട് തേങ്ങാപ്പാൽ, നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുത്തു. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാം കൂടിയായിട്ട് നല്ല രുചിയായി. ഒരു കറി മതി നമുക്ക് ചോറുണ്ട്. വേറെ എന്താ വേണം? സൂപ്പർ കറി. ലൈക്കും കമൻറ്റും ഇടണേ കൂട്ടുകാരെ.